ദേശമാ പോയിനു? ഞാൻ മരിച്ചെടുത്ത് പോയി തരുമ്പനെ. അതെടിയാ മരിച്ചേ? നാദാപുരത്ത്. ഇനി അറിയല്ലേ നമ്മളെ നാദാപുരത്തെ മൊയ്ത് പറിച്ചിട്ട് പോയി തരും ഞാള്. നിങ്ങൾ മാത്രമേ ഉള്ളൂ? അല്ലല്ല, ഞാള് കൊറേ ആളുണ്ട്. ജീപ്പും വിളിച്ചു പോയതാ. ഞാള് കൊറേ ആളുണ്ടേനും. പറമ്പത്തെ ബാബു, കൂന്തിലോട്ടെ ജമാല്, കുനിയിലെ നാസറ്, ഒന്തത്തെ പിന്നെ റഫീഖ്, പിന്നെ ഓന്റെ ഓള് ജമീല്. ഓളപ്പാടന്നെ ചെറിയ കുട്ടീനെ കൂട്ടി. ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളിന്ന് മരിച്ചെടുത്ത് കൂട്ടണ്ടേന്ന്. ഓളങ്ങ് ചിരിച്ചു കളഞ്ഞു. ഞാളെല്ലാരും കൂടി പോയി മരിച്ചെടുത്ത് പോയി. തിരിച്ചു വരും ആരോ പുറമേ എത്തിയാരെ പറഞ്ഞു നമ്മളൊന്ന് ചായ കുടിക്കുവാന്ന് പറഞ്ഞതാ ഓർമ്മ ഉള്ളു. എല്ലാരും പാഞ്ഞ് ഹോട്ടലിലേക്ക് കയറി. ഹോട്ടലിൽ കയറിയ പാട് തന്നെ ചെറിയ കുട്ടിയോട് ഇവള് ചോദിച്ചു എനിക്കെന്നാ വേണ്ടതെന്ന്. എനിക്ക് പൊറാട്ടയാ വേണ്ടതെന്ന്. ഞാൻ അന്നേരെ പറഞ്ഞു പൊറാട്ടയൊന്നും കുട്ടിയൊക്കെ കൊടുക്കണ്ടാന്ന്. പൊറാട്ട കിട്ടിയ പാട് തന്നെ കുട്ടി ഒരു പറി പറിച്ചിട്ട് അപ്പാടങ്ങ് വായിക്കൊണ്ടാച്ച്. ഇത് പിന്നെ അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല. തൊണ്ടയെ കുടുങ്ങിപ്പോയി. പെരുമ്പാൻ പാട്ടും കുട്ടിയെ മുണുങ്ങേന്റെ ചോട്ട്. അപ്പാട് ഇവള് ഉയ് എന്റെ മോൻ പോയിന്ന്. ഈനുണ്ടോ ശ്വാസം കിട്ടുന്നു? തൊണ്ടയിൽ പൊറാട്ട കുടുങ്ങിയിട്ടില്ലേ? ഞാൻ പോയിട്ട് ഒരു അടി പുറത്ത് കൊടുത്തിട്ട് പൊറാട്ട അങ്ങ് തെറിച്ചു പോയി. ഞാൻ പറഞ്ഞു മേലിൽ ഇങ്ങനത്തെ ഇനി മായി കൊടുക്കറ ഇനിന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് കേൾക്കണോ ബഹളപ്പാടെല്ലാം കഴിഞ്ഞ് എല്ലാരും കൈയെല്ലാം ചായ കുടിച്ച് കഴിഞ്ഞാൽ എല്ലാരും ജീപ്പിൽ വന്നിരുന്ന് നോക്കുമ്പോ പറമ്പത്തെ ബാബുവിനെ കാണുന്നില്ല. എനിക്ക് കള്ളി മനസ്സിലായി. അവിടെ ജീപ്പിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ചായപ്പൊടിയെ പോയി ചെന്ന് നോക്കുമ്പോ ഇവൻ കൈ ഇങ്ങനെ കഴുന്ന് കൈ കയറ്റ് തീരുന്നില്ല. നോക്കുമ്പോ എന്താ സംഭവം നിറങ്ങി. ഞാൻ പറഞ്ഞു ബാബുവോ ഇഞ്ഞിങ്ങ് പോരി, എല്ലാരും ചായന്റെ പൈസ റഫീക്ക് കൊടുത്തെന്ന് പറഞ്ഞു. കൈ കയറ്റ് നേരം പോക്കുന്ന ചായന്റെ പൈസ ഇവൻ കൊടുക്കേണ്ടി വരും വിചാരിച്ചിട്ടാ.